ഉത്സവപ്പറമ്പുകളിൽ ആന ഇടഞ്ഞു കഴിഞ്ഞാൽ ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ഇത് ഇപ്പോൾ പുതിയൊരു ടെക്നോളജി കൂടി അതിനെ കണ്ടെത്തിയിരിക്കുകയാണ്. തൃശ്ശൂർക്കാരനായ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ എന്നുള്ളത് പറയുന്നത്. തൃശ്ശൂരിലെ പ്രമുഖ ആന ചികിത്സകനും അതിനോടൊപ്പം തന്നെ ഈ മയക്കുവെടി വെക്കുന്ന വിദഗ്ധനുമായ ഡോക്ടർ ഗിരിദാസാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഡ്രോൺ വെച്ചിട്ടുള്ള ഈ ടെക്നോളജി ലോകത്തിൽ ആദ്യമായിട്ട് ഗജാസ്ത്രം എന്ന പേരിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ സാറാണ് ഇത് അനാവരണം ചെയ്തത്. ഡ്രോൺ ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലേക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് മനസ്സിലായി ഡ്രോൺ കൊണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആനയുടെ പുറകിൽ ഈ മയക്കുവെടി തോക്ക് കൊണ്ടുപോയി മയക്കുവെടി വെച്ചിടുന്നുള്ളൊരു ചിന്ത വരികയും അതിലേക്ക് നമ്മൾ കടന്ന് ചിന്തിച്ച് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ഇങ്ങനെ ഒരു മാജിക് ബോക്സ് ഗജാസ്ത്രം എന്ന പേരിൽ സിറിഞ്ച് പ്രൊജക്റ്റുള്ള പ്രൊജക്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ ബൈ റിമോട്ടിൽ നമുക്ക് അത് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് സിറിഞ്ച് പുറത്തേക്ക് വന്ന് അത് ആനയുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ മരുന്ന് ആനയുടെ ശരീരത്തിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു ഹ്യൂമൻ ഇന്നർവെൻഷൻ ഡയറക്റ്റ് ആയിട്ടില്ല. 22 മിനിറ്റ് നേരം ഇത് പറന്നുകൊണ്ടിരിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഡ്രോണാണ്. ഇതൊരു 20 കിലോ ഭാരം എടുക്കുന്ന ഡ്രോണാണ്. ഈ പേലോഡിൻ്റെ ഭാരം എന്ന് പറയുന്നത് വെറും 16 കിലോനാണ്. 150-200 മീറ്റർ വരെ ഹൈറ്റിൽ വേണേൽ പോകും. പക്ഷെ നമ്മളതങ്ങനെ ചെയ്യാറില്ല. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ലോഡ് ചെയ്യേണ്ടി വരും. സിമ്പിളായിട്ട് ലോഡ് ചെയ്യാം. ജസ്റ്റ് വീണ്ടും താഴെ ഇറക്കിയിട്ട് വേണം. അത് വേണം. ഡ്രോൺ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സിറിഞ്ച് നമ്മൾ ഉപയോഗിക്കുന്ന സിറിഞ്ച് അതിൽ കയറ്റി വയ്ക്കേണ്ട, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വീണ്ടും വിടാം. പിന്നെ ബാറ്ററി 22 മിനിറ്റ് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ബാറ്ററി നമ്മുടെ കൊണ്ട് അത് അപ്പോൾ അതിന് ഊരി അപ്പോൾ തന്നെ ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. നോർമലായിട്ടുള്ള ആനയുടെ അടുത്ത് നമ്മൾ ഡ്രോൺ കൊണ്ടുപോകില്ല. മറിച്ച് ഇടഞ്ഞു നിൽക്കുന്ന ആന അല്ലെങ്കിൽ കാട്ടാന ഇവർക്കൊന്നും ഇതൊരു വിഷയമല്ല. അപ്പോൾ അവർ അതിൻ്റെ പുറകിൽ പോയി ചേസ് ചെയ്ത് പോയിട്ട് അതിനെ പിടിച്ച് മയക്കുമരുന്ന് അതിൻ്റെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപകടരഹിതമായിട്ട് നമുക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇതിനൊരു ഡ്രോൺ പൈലറ്റ് ലൈസൻസ് പറഞ്ഞിട്ട് ഒരു ലൈസൻസ് ഉണ്ട്. അത് ഞാൻ എടുത്തിട്ടുണ്ട് ലൈസൻസ്. പുറത്തുനിന്ന് ഞാൻ തന്നെ അതിൽ സിറിഞ്ച് വെച്ച് വിടുന്നത് ഞാൻ തന്നെ. കാരണം ഇത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാതും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഡ്രോൺ പൈലറ്റ് ലൈസൻസ് ഇല്ലെങ്കിൽ അതൊരു കുറ്റമാണ്. പിന്നെ മയക്കുവെടി വയ്ക്കാനുള്ള ലൈസൻസും ഉണ്ട്.